UPSC പറയാണ് മോനെ കുട്ട മതി എന്ന് പറയുന്നവരെ ഞാൻ ഈ ഒരു ഫീൽഡിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. A+ എന്ന് പറയുന്ന ഒരു ഫാക്ടർ പോയത് ഇംഗ്ലീഷിൽ 1 മാർക്കിന്. അപ്പം അന്നും ഇന്നും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എനിക്കൊരു ബാരിയർ തന്നെയായിരുന്നു. എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ നിങ്ങളൊരു അനാലിസിസ് ആക്കി എടുത്ത് അത് ഏത് ഭാഗത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് കൂടുതൽ കവർ ചെയ്യുക. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ 2 മെറ്റീരിയലാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഫോർച്യൂണിൽ മുനിസാറിൻ്റെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ നോട്ടും അതേപോലെ ഒരു അരിബം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കുണ്ട്. മെയിൻസിൽ തന്നെ അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഇത്ര ഒരു ഹൈ സ്കോറിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഈ ഷോർട്ട് നോട്ടാണ്. അതിനുശേഷം ഫോർച്യൂണിലേക്ക് വന്നു. അപ്പോഴാണ് എങ്ങനെ പഠിക്കണം, എങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കണം എന്ന ഒരു ഐഡിയ എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് കേട്ടപ്പോൾ ചില കുട്ടികളൊക്കെ ഇൻസ്പയർഡ് ആകുന്ന പോലെ നമുക്ക് തോന്നി. കൂടുതൽ ആളുകളിലേക്ക് ഈ പരീക്ഷയുടെ സാധ്യതകളെ കുറിച്ച് എത്തണം, കൂടുതൽ ആളുകൾ ഇത് കിട്ടണം, ഈ കാണുന്ന നിങ്ങൾക്കും ഇതൊക്കെ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. Hello everyone, welcome to another session of Toppers Talk at Fortune IAS Academy. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ കൊല്ലം 477 റാങ്ക് നേടിയ റംഷാദാണ്. റംഷാദിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. ഹായ് റംഷാദ്. ഹായ് സർ. റംഷാദ് തൃശ്ശൂരിൽ നിന്നാണല്ലേ വരുന്നത്? അതെ സർ. റംഷാദിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് പറയാമോ? എൻ്റെ പേര് റംഷാദ്. എൻ്റെ നാട് തൃശ്ശൂരാണ്. എനിക്ക് ഉപ്പ, ഉമ്മ, ചേട്ടൻ. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എഡ്യൂക്കേഷൻ പറയുകയാണെങ്കിൽ ഞാനൊരു 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ ഒരു ഗവൺമെൻറ് UP സ്കൂളിൽ വീടിനടുത്തുള്ളത് പഠിച്ചു. പിന്നീട് 10 തൊട്ട് 12 വരെ സെൻറ്റ് ലൂഷ്യസ് എൽത്തുരുത്ത്. അതിനുശേഷം ഞാൻ ഡിഗ്രി സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂരിൽ നിന്ന് ചെയ്തു. പിന്നീട് PG കേരളവർമ്മ കോളേജിൽ നിന്ന്. അപ്പോൾ ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്യുവർ തൃശ്ശൂർ പ്രൊഡക്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. ഗ്രാജുവേഷനും PGയും ഏത് സബ്ജക്റ്റിലാണ് ചെയ്തത്? ഫിസിക്സ്. അപ്പം ഫിസിക്സിൽ നിന്ന് സിവിൽ സർവീസിലേക്ക് എങ്ങനെ ഉണ്ടായി ആ ചിന്ത? അതോ ഇത് ഓൾറെഡി ഉള്ള പ്ലാൻ ആയിരുന്നോ? സർ, എന്നെ സംബന്ധിച്ചിടത്തോളം സിവിൽ സർവീസ് എന്ന വാക്ക് എനിക്ക് അറിയില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുപ്പം തൊട്ട് നമുക്കൊരു അംബീഷൻ അല്ലെങ്കിൽ ഒരു ഡ്രീം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ ആ സമയത്ത് കണ്ട ചില സിനിമകളുടെ ഒരു സ്വാധീനം ആയിരിക്കാം. സിനിമകളിൽ കാണുന്ന ഒരു കളക്ടർ ഒരു സിനിമയിൽ വരുന്നു, പുള്ളി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ചുറ്റുള്ള എല്ലാവരും ശകാരിക്കുന്നു, ബാക്കിയുള്ള എല്ലാ ആളുകളും പുള്ളി വരുന്നതോടുകൂടി ഭയങ്കര ഓർഗനൈസ്ഡ് ആവുന്നു. അപ്പോൾ ആ ഒരു പൊസിഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കണ്ടപ്പോൾ ചെറുപ്പം തൊട്ട് എനിക്കൊരു ആഗ്രഹം ഇങ്ങനൊരു ജോലിക്ക് പോകാമെന്ന്. അപ്പോൾ സിവിൽ സർവീസ് എന്നും അറിയില്ല, UPSC ആണ് അത് നടത്തുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചെറുപ്പം തൊട്ട് കളക്ടർ ആവണമെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പിന്നീട് വളർന്നു വന്നപ്പോഴും എന്നോടൊപ്പം ആ ഒരു ആഗ്രഹം വളർന്നു വന്നു. പക്ഷേ എനിക്കറിയില്ല എങ്ങനെ അതിലേക്ക് എത്തണമെന്ന്. അപ്പോൾ സ്വാഭാവികമായും ഒഴുക്ക് പോലെ ഞാൻ പോയി. നല്ല മാർക്ക് 10ാം ക്ലാസ്സിൽ മേടിച്ചു. അപ്പോൾ സ്വാഭാവികമായി ഒരു സയൻസ് സബ്ജക്റ്റിലേക്ക് തിരിഞ്ഞു. സയൻസ് സബ്ജക്റ്റ് അല്ലെങ്കിൽ +1 +2 കാലഘട്ടത്തിൽ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനോട് എനിക്കൊരു അഭിരുചി തോന്നി. അപ്പോൾ അടുത്ത ഘട്ടം ഞാൻ സ്വാഭാവികമായും ഫിസിക്സിൽ ഒരു ഡിഗ്രി എടുത്തു, PG എടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി മതി, നമുക്ക് നമ്മുടെ ആഗ്രഹത്തിലേക്ക് ഇനി കടക്കാം. അപ്പോൾ ആഗ്രഹത്തിലേക്ക് കടക്കാൻ വേണ്ടി എന്താ ചെയ്യണമെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ തപ്പിയെടുത്തു. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് ഫോർച്യൂൺ IASൽ 2019 സെക്കൻഡ് ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തു. പിന്നീടുള്ള എൻ്റെ ചരിത്രം അല്ലെങ്കിൽ ഒരു ജേണിയാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഫോർച്യൂണിലെ ക്ലാസ് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതിനു മുമ്പ് പറഞ്ഞിരുന്നു കൊച്ചിലെ ഉള്ള ആഗ്രഹമാണ് IAS ആകുക എന്നുള്ളത്. അപ്പോൾ ഫോർച്യൂണിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് പ്രിപ്പറേഷൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതോ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണോ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്? ചെറുപ്പം തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ആഗ്രഹം എങ്ങനെ ഒരു റിയാലിറ്റി ആക്കി എടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വളർന്നൊരു ചുറ്റുപാടിൽ ഈ ഒരു ആഗ്രഹത്തിലേക്ക് എന്നെ മെൻറ്റർ ചെയ്യാനോ ഗൈഡ് ചെയ്യാനോ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് പഠിക്കണം എന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് എന്താണ് ആവശ്യം ഉണ്ടായിരുന്നത്, ഡിഗ്രി ആണോ PG ആണോ അല്ലെങ്കിൽ +1 +2 ആണോ, ആ സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ചു എന്നതല്ലാതെ ഒരു പ്രിയർ പ്രിപ്പറേഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് UPSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർച്യൂണിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ റിസർച്ച് ചെയ്തിരുന്നു. ഏത് ബുക്സ്, ഏത് സ്റ്റാൻഡേർഡ് ബുക്സുകൾ വായിക്കണം, ഏത് ബുക്ക് വായിച്ചാലാണ് ഓരോ സബ്ജക്റ്റിന് ഗുണങ്ങൾ. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ NCERT ബുക്സുകൾ ചില ബേസിക്സ് ഞാൻ വായിച്ചിരുന്നു. അതേപോലെ പോളിറ്റിക്ക് ആണെങ്കിൽ ലക്ഷ്മികാന്ത് ഞാൻ വായിച്ചിരുന്നു. അതിനുശേഷം ഫോർച്യൂണിലേക്ക് വന്നു. അപ്പോഴാണ് എങ്ങനെ പഠിക്കണം, എങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കണം എന്ന ഒരു ഐഡിയ എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ എൻ്റെ ഒരു വായന എന്ന് പറയുന്നത്
എവിടെ നിന്നോ തുടങ്ങി എന്തൊക്കെയോ വായിച്ച് എവിടെ എത്തുന്ന ഒരു രീതിയായിരുന്നു. UPSCക്ക് ഒരിക്കലും അങ്ങനെ ഒരു സ്ട്രാറ്റജി എഫക്റ്റീവ് അല്ല. UPSCയുടെ ഒരു ബൈബിൾ എന്ന് പറയുന്നത് പ്രിലിംസ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തെ സിലബസാണ്. സിലബസിൽ വെൽ ഡിഫൈൻഡ് ആണ്. എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്ന് കൃത്യമായി UPSC സിലബസിലുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഫോർമൽ കോച്ചിങ് എടുത്തതിന് ശേഷമാണ്. ഫോർച്യൂണിൽ വന്നതിന് ശേഷം ഇത് 3ാമത്തെ അറ്റംപ്റ്റ് ആണല്ലോ. അപ്പം ഈ ഒരു 3 നീണ്ട വർഷങ്ങൾ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് ഇത് നിസ്സാര കാര്യമല്ല. അപ്പോൾ റംഷാദിനെ എന്താണ് ഇൻറ്റേർണലി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? സോ എന്നെ മോട്ടിവേറ്റ് ചെയ്ത ഫാക്ടേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഞാനൊരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഞാനിപ്പോൾ ഈ ഒരു പ്രോസസ്സിലേക്ക് വരണം, ഒരു കോച്ചിങ് എടുക്കണം. 3 അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ 3+1 4 കൊല്ലമായിട്ട് ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം ചിലവുള്ളൊരു പ്രോസസ്സാണ് എന്നെനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഒരു +2 കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. അത് ഞാൻ 2019 ജൂണിൽ ഫോർച്യൂണിൽ വരുന്നവരെ ഞാൻ കണ്ടിന്യൂ ചെയ്തിരുന്ന ഒരു പ്രോസസ്സാണ്. എനിക്ക് ആവശ്യമുള്ള ഫൈനാൻസ് ഞാൻ തന്നെ ക്ലാസ് എടുത്ത് ഞാൻ തന്നെ നേടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോസസ്സിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു മോട്ടിവേറ്റീവ് ഫാക്ടറാണ്. ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഏൺ ചെയ്തതുകൊണ്ടാണ്, കിട്ടിയില്ലെങ്കിലും ഞാൻ ഏൺ ചെയ്തതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ 2020-ലാണെങ്കിലും 2021-ലാണെങ്കിലും പ്രിലിംസ് കിട്ടാത്ത സമയത്ത് ഞാൻ ഡൗൺ ആയിട്ടില്ല. ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കിട്ടുന്നവരെ ഞാൻ ഈ ഒരു ഫീൽഡിൽ ഉണ്ടാവും. UPSC എനിക്ക് ഇത്ര അറ്റംപ്റ്റ് എടുക്കാമെന്ന് പറയുന്നുണ്ട്. UPSC പറയാണ് മോനെ കുട്ട മതി എന്ന് പറയുന്നവരെ ഞാൻ ഈ ഒരു ഫീൽഡിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ എപ്പോഴേലും ഘട്ടത്തിലൊരു ഫൈനാൻസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ വരികയാണെങ്കിൽ കോംപ്ലിമെൻ്ററി എനിക്കറിയാവുന്ന ഒരു തൊഴിൽ അധ്യാപനമാണ്. ഞാൻ ടീച്ചിങ് നടത്തി ഞാനത് ചെയ്യുന്നുള്ളൊരു ഫാക്ടർ എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ആ ഫാക്ടറാണ് എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഘട്ടങ്ങളൊക്കെ വീഴാതെ എന്നെ പിടിച്ചു നിർത്തിയിരുന്നു എന്ന് പറയുന്നൊരു ഫാക്ടർ. +2 കഴിഞ്ഞപ്പോഴേ റംഷാദ് സ്വന്തം കാലിൽ നിന്ന് തുടങ്ങി, സ്വന്തമായി ഏൺ ചെയ്ത് തുടങ്ങി അല്ലേ? അതെ സാർ. ഏതെങ്കിലും അവസ്ഥയിൽ UPSC കിട്ടാതാകുമ്പോൾ ഒരു പ്ലാൻ ബി വേണം എന്ന് തോന്നിയിട്ടില്ലേ? ഇപ്പം ആദ്യത്തെ അറ്റംപ്റ്റിലോ 2ാമത്തെ അറ്റംപ്റ്റിലോ കിട്ടാത്തപ്പോൾ ഒരു പ്ലാൻ ബി വേണം എന്ന് തോന്നിയിട്ടില്ലേ? സത്യത്തിൽ എനിക്കൊരു പ്ലാൻ ബി ഇല്ല. പ്ലാൻ എയും ബിയും സിയും എല്ലാം UPSC തന്നെയാണ്. UPSC കിട്ടായാലും പ്ലാൻ എ ചിലപ്പോൾ IAS ആയിരിക്കും, പ്ലാൻ ബി IPS ആയിരിക്കും. അതാണ് എൻ്റെ ഒരിക്കലും UPSCക്ക് പുറത്തൊരു പ്ലാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇൻ കേസ് 6 അറ്റംപ്റ്റ് അല്ലെങ്കിൽ 9 അറ്റംപ്റ്റും കഴിഞ്ഞ് തിരിച്ചു പോയാൽ പണിയെടുത്ത് ജീവിക്കാനുള്ളൊരു തൊഴിലറിയാം. അത് ഞാനൊരു 7-8 വർഷം പഠിപ്പിച്ചുകൊണ്ട് ഞാൻ നേടിയെടുത്തിട്ടുണ്ട് എന്നതൊരു കോൺഫിഡൻസ് ബൂസ്റ്റർ തന്നെ ആയിരുന്നു എല്ലാ ഘട്ടത്തിലും എനിക്ക്. UPSC പ്രിപ്പറേഷൻ ജേർണി എന്ന് വെച്ചാൽ അത്യാവശ്യം ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം കൂടിയേ തീരുള്ളൂ. റംഷാദിൻ്റെ സപ്പോർട്ട് സിസ്റ്റം എന്തായിരുന്നു? തീർച്ചയായും ഒരു സപ്പോർട്ട് സിസ്റ്റം വളരെ അത്യാവശ്യമുള്ളൊരു പരീക്ഷയാണിത്. 1-2 കൊല്ലം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവുന്ന ആളുകൾ ഭാഗ്യവാന്മാർ, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സ്വാഭാവികമായി ഒരു 3-4 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സപ്പോർട്ട് സിസ്റ്റം എസ്പെഷ്യലി മെൻ്റൽ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. എനിക്കാണെങ്കിൽ അതെപ്പോഴും പ്രൊവൈഡ് ചെയ്തിരുന്നത് എൻ്റെ ഫിയാൻസിയാണ്. എല്ലാ ഘട്ടത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യും. എപ്പോഴേലും എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പറ്റാന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യും. എസ്പെഷ്യലി ഇൻ്റർവ്യൂ സ്റ്റേജിലൊക്കെ എന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു വന്ന ഒരു പ്യുവർ തൃശ്ശൂർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻ നമുക്കറിയില്ല എന്നല്ല, ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷെ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഇപ്പോൾ +2-ലാണെങ്കിൽ എനിക്ക് ഫുൾ A+ എന്ന് പറയുന്ന ഒരു ഫാക്ടർ പോയത് ഇംഗ്ലീഷിൽ 1 മാർക്കിന്. അപ്പം അന്നും ഇന്നും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എനിക്കൊരു ബാരിയർ തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആളെന്നോട് എപ്പോഴും ഒരു അരമണിക്കൂറോളം ഒരു പ്രീവിയസ് ഇയർ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കും. ഞാനത് ആൻസർ പറയും. ആൾ ഇംഗ്ലീഷിൽ കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് എന്നെ കൃത്യമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതേപോലെ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡിഗ്രി PG പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. വളരെ ശബളമായ ഒരു ജീവിതമാണ്. ഇതിലേക്ക് വരുമ്പോൾ ഒട്ടും കളർഫുൾ അല്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഘട്ടമാകുമ്പോൾ ഫ്രണ്ട്സുകൾ എൻ്റെ കുറഞ്ഞു. പക്ഷേ വളരെ 3-4 പേര് എൻ്റെ ഒപ്പം നിന്നുള്ളൂ. പക്ഷെ അവരെപ്പോഴും ഞാൻ രക്ഷപ്പെടണം, ഞാൻ നല്ല രീതിയിലാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളായിരുന്നു. അവരുടെ ആ ചിന്ത, അതിനോടൊപ്പം എൻ്റെ പാരൻസ്, നീ ഇത്ര വയസ്സിൽ ജോലി നേടണം അല്ലെങ്കിൽ ഇത്ര വയസ്സിൽ കല്യാണം കഴിക്കണം, അങ്ങനെ ഒരു ഡിമാൻഡ് അവരെൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത്തരത്തിലൊരു ഡിമാൻഡ് ഇല്ലാതെ ഇവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇതിലേക്ക് എത്താൻ വേണ്ടി
മെൻ്റലി എനിക്ക് പറ്റി. ഒരു സമയത്ത് ഞാൻ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഞാൻ കടന്നു പോയിട്ടില്ല. പല ആസ്പിറൻസും പറയുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ. എനിക്കാണെങ്കിൽ പിയർ ഗ്രൂപ്പ് ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ പിയർ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ സ്വാഭാവികമായും സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇവരൊക്കെ തന്നൊരു മെൻ്റൽ സപ്പോർട്ടിൽ ഞാനൊരു സ്റ്റേജിലൂടെ ഒരിക്കലും കടന്നു പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു റംഷാദ് ആ കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ്. ഒരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റവും ആൻഡ് എസ്പെഷ്യലി പാരൻസിൻ്റെ എക്സ്പെക്ടേഷൻ, അതായത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വിടുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പം റംഷാദ് പറഞ്ഞല്ലോ പേരൻസിൻ്റെ കാര്യം, അതിൽ തീർച്ചയായും റംഷാദ് ലക്കിയാണ്. പലരും അത്രയും ലക്കിയല്ല, ബട്ട് യു മെയ്ഡ് യൂസ് ഓഫ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മളിപ്പോൾ സ്ട്രെസ്സിനെ കുറിച്ചും സപ്പോർട്ട് സിസ്റ്റത്തിനെ കുറിച്ചും പറഞ്ഞു. നമുക്ക് അടുത്തതായി ടൈം മാനേജ്മെൻറ്റിലേക്ക് വരാം. അപ്പോൾ റംഷാദിൻ്റെ ഒരു നോർമൽ ഡേ അതെങ്ങനെയായിരുന്നു? എൻ്റെ ഒരു ടൈം മാനേജ്മെൻറ്റ് ഡ്യൂറിങ് പ്രിപ്പറേഷൻ, ഡ്യൂറിങ് ക്ലാസ് രണ്ടായിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തത്. ക്ലാസ്സിൻ്റെ ടൈമിലാണെങ്കിൽ ഞാൻ മോർണിംഗ് ബാച്ച് ആയിരുന്നു, ഒരു 8 to 10. ഒരു നോർമൽ ഒരു 6:30 എണീച്ച് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൻ്റെ ഒന്ന് റിവൈസ് ചെയ്ത് ക്ലാസ്സിലേക്ക് വരുന്നു. ക്ലാസ് കഴിഞ്ഞ് റിട്ടേൺ വീട്ടിലേക്ക് പോകുന്നു. അന്ന് എടുത്ത കാര്യം ഒരു തവണയും കൂടി ഞാനതൊന്ന് റിവൈസ് ചെയ്യും. പിന്നീട് ന്യൂസ് പേപ്പർ വായിക്കും. ഇനീഷ്യൽ സ്റ്റേജിൽ ന്യൂസ് പേപ്പർ എനിക്കൊരു സ്ട്രഗിൾ ആയിരുന്നു. ഒരു 1.5-2 hour ഞാൻ എടുത്തിരുന്നു വായിക്കാൻ. ഇപ്പോൾ ഒരു 1 hourലൊക്കെ നമ്മൾ തീർക്കും, പ്രാക്ടീസ് ആയതുകൊണ്ട്. പിന്നീട് ഈവനിങ് ആകുമ്പോൾ ഓപ്ഷണലിന് വരും, ഓപ്ഷണൽ റിവൈസ് ചെയ്യും. അതേപോലെ ഫോർച്യൂണിൽ ഇനീഷ്യൽ ഡേയ്സിൽ ഒരു NCERT ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഒക്ടോബർ നവംബർ ആയപ്പോൾ പ്രിലിംസ് ടെസ്റ്റ് സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ച ഏതാണോ എക്സാം അതിന് ഞാൻ കൃത്യമായിട്ട് വായിക്കും. പിന്നീട് ഒരു കൊല്ലത്ത് ഫോർമൽ കോച്ചിങ് എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ദിവസം പ്ലാൻ ചെയ്യുന്നത് പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ 3 ഘട്ടത്തിൽ 3 സ്ട്രാറ്റജി ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പ്രിലിംസ് ഘട്ടത്തിലാണെങ്കിൽ ഞാൻ നിർബന്ധമായിട്ട് കവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് പരീക്ഷയാണെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് കൂട്ടുക, കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്. എത്രത്തോളം ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു നമ്മൾ അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആവും. ഇപ്പോൾ ഡെയിലി ഞാനൊരു 25-30 ചോദ്യങ്ങൾ ഞാൻ ബബിൾ ചെയ്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യും. അതിനോടൊപ്പം CSAT ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്യും. ഒരു 15-20 മിനിറ്റ് CSAT ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്യും. മാപ്പ് റീഡിങ് ചെയ്യുമായിരുന്നു. അതിനോടൊപ്പം ഒരു വീക്കിലി ടെസ്റ്റ് എഴുതും. പ്രിലിംസിനാണെങ്കിൽ ഒരു വീക്കിലി ടെസ്റ്റ് എഴുതും. അതിൻ്റെ കണ്ടൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുക. അതിനോടൊപ്പം ഒരു അരമണിക്കൂർ ഓപ്ഷനിൽ ഞാൻ സ്പെൻഡ് ചെയ്യും ഡെയിലി. പിന്നീട് മെയിൻസിലേക്ക് വന്നപ്പോൾ എൻ്റെ ടൈം മാനേജ്മെൻറ്റ് ചില കണ്ടൻറ്റുകൾ ഞാൻ മാറ്റി. കണ്ടൻറ്റുകൾ മാറ്റുക എന്ന് പറഞ്ഞാൽ മെയിൻസ് ഘട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എഴുത്താണ്. എഴുത്ത് എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അത്രത്തോളം ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് ആൻസർ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പേപ്പറിൽ. ഒരു 1 hour മെയിൻസ് ആൻസർ റൈറ്റിങ്ങിന് ഞാൻ സ്പെൻഡ് ചെയ്യും. അത് 2ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. GSന് ഒരു 4 ക്വസ്റ്റ്യൻസ്, ഓപ്ഷണലിന് ഒരു 2 ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഇനി അതേപോലെ ഇൻ്റർവ്യൂ സ്റ്റേജിലാണെങ്കിൽ ഡെയിലി ഒരു 1 hour ഞാൻ ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ഞാൻ ഡിസ്കസ് ചെയ്യും, ഇൻ്റർവ്യൂവിന് ചോദിച്ച കാര്യങ്ങൾ. ഇതായിരുന്നു ഒരു സ്ട്രാറ്റജി. എല്ലാ ദിവസവും ഒരു 6-7 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യും പ്രിപ്പറേഷന്. ഞാൻ ഇതിനോടൊപ്പം കുറച്ച് കോംപ്ലിമെൻ്ററി കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇപ്പം ഞാൻ വീടെടുത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കിങ്ങിന് സ്വന്തമായിട്ടാണ്, പുറത്തുനിന്ന് ഫുഡ് മേടിക്കുന്ന ശീലമില്ല. ഞാൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ അതിന് ടൈം വേണം. പിന്നെ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ജിമ്മിൽ പോകുമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 1 hour ഞാൻ ജിമ്മിൽ സ്പെൻഡ് ചെയ്തിരുന്നു. ഞാൻ എൻ്റെ ഫെല്ലോ ആസ്പിറൻസിനോട് പറയുകയാണെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ഈ ഒരു പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. അതെന്താണ് എന്നിലുണ്ടാക്കി മാറ്റുമെന്ന് ചോദിച്ചാൽ 2021 അറ്റംപ്റ്റിന് ശേഷമാണ് ഞാൻ ജിമ്മിൽ റെഗുലറായി പോകാൻ തുടങ്ങിയത്. ആ ഫിസിക്കൽ ഫിറ്റ്നസ് എനിക്ക് കുറേ നേരം ഇരുന്ന് പഠിക്കാനും അതുപോലെ മെൻ്റലി എന്നെ മോട്ടിവേറ്റ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ജിമ്മിൽ തന്നെ പോകണമെന്ന് ഞാൻ പറയില്ല, എന്തേലും റണ്ണിങ് ആയിക്കോട്ടെ, എന്തേലും ഷട്ടിലോ അങ്ങനെ എന്തെങ്കിലും കളിക്കുന്നതായിക്കോട്ടെ, ഫിസിക്കൽ ഫിറ്റ്നസ് എൻ്റെ ഒരു ജേണിയിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മെയിൻസ്, ഇൻ്റർവ്യൂ, പ്രിലിംസ് ഘട്ടത്തിൽ എനിക്ക് പനിയും ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉള്ളത്. കോവിഡിന് ശേഷമുള്ള ഏറ്റവും പ്രധാന പ്രശ്നമാണ് ഇപ്പോഴും ഫിസിക്കൽ ഫിറ്റ്നസ് കീപ്പ് ചെയ്യലൊരു പ്രശ്നമായിരുന്നു. ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് കീപ്പ് ചെയ്യുക ഒരു റിഗറസ് ടൈം സ്കെഡ്യൂളാണ്. അപ്പം അതിനിടയിൽ ഒരു 6-7 മണിക്കൂർ എന്തായാലും ഞാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ റിഗറസ് ടൈം ഷെഡ്യൂളാണ്, നമുക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് വരും. സോഷ്യൽ മീഡിയ ആവാം, വേറെ കാര്യങ്ങളാകാം. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻസിൽ പെട്ടുപോകാതിരിക്കാൻ റംഷാദ് എന്താ ചെയ്തേ? ഞാൻ സോഷ്യൽ മീഡിയ 2019 വരെ ഞാൻ ആക്റ്റീവായിരുന്നു. അതിനുശേഷം ഞാനൊരു ഫേസ്ബുക്കൊക്കെ കുറച്ചും കൂടി ആക്റ്റീവായി യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് വെരി റീസെൻ്റ്ലിയാണ്. ഇപ്പോൾ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ എല്ലാം അല്ലെങ്കിൽ വാട്സപ്പോ ബെയർ മിനിമം ഞാൻ ഉപയോഗിക്കുന്ന വാക്കതാണ്. നമ്മുടെ സുഹൃത്തുക്കളായിട്ടൊന്ന് കണക്ട് ചെയ്യണം, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിരുന്നുള്ളൂ. ബാക്കി ഞാൻ അതിൽ ടൈം സ്പെൻഡ് ചെയ്യാറില്ല. റംഷാദ് ഈ കൊല്ലമാണ് ആദ്യമായി പ്രിലിംസ് ക്ലിയർ ചെയ്തത്. പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ മെയിൻസും ഇൻ്റർവ്യൂവും ക്ലിയർ ചെയ്ത് ഫൈനൽ ലിസ്റ്റിൽ വന്നു.
നമുക്ക് ഈ കിട്ടിയ അറ്റംപ്റ്റിൽ നിന്ന് പുറകിലേക്ക് നോക്കുമ്പോൾ കിട്ടാത്ത അറ്റംപ്റ്റ്സിൽ കുറച്ച് മിസ്റ്റേക്സ് ചെയ്ത് കാണും. അത് റെക്ടിഫൈ ചെയ്താണ് നമ്മളിപ്പോൾ ഫുള്ളി ക്ലിയർ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു ആ സമയത്ത് വരുത്തിയെന്ന് തോന്നുന്ന മിസ്റ്റേക്സ്? ഫോർത്ത് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇത്തവണ പ്രിലിംസ് പാസ്സാവുന്നത്. അപ്പോൾ ഇതിന് മുന്നേ 3 അറ്റംപ്റ്റിലും പ്രിലിംസ് എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു UPSC അറ്റംപ്റ്റ് കൊടുക്കുന്നത് 2018 എൻ്റെ PG കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ എല്ലാ പരീക്ഷയും എഴുതിയ കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുന്ന കുറേ ആളുകളുടെ ഉപദേശം കേട്ട് ഞാൻ പോയി എഴുതിയതാണ്. ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. UPSCക്ക് ഒരു കൃത്യമായിട്ടുള്ള അറ്റംപ്റ്റിന് ലിമിറ്റ് ഉണ്ട്. 6 അറ്റംപ്റ്റ് അല്ലെങ്കിൽ 9 അറ്റംപ്റ്റ് എന്ന് ലിമിറ്റ് ഉണ്ട്. ഒരിക്കലും നിങ്ങളുടെ ഒരു അറ്റംപ്റ്റ് വെറുതെ കളയരുത്. ഒന്നും പഠിക്കാതെയും ഒരിക്കലും പ്രിലിമിനറിക്ക് പോകരുത്. അതേപോലെ തന്നെ UPSCന് മുഴുവൻ പഠിച്ചും നമുക്കൊരിക്കലും പോകാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളൊരു കോമൺ സെൻസ് അല്ലെങ്കിൽ ഒരു ജനറൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, പോയി എഴുതുക, പ്രിലിംസ് പാസ്സാവും. അതാണ് അതിൻ്റെ ഒരു രീതി. ഒരിക്കലും നിങ്ങളുടെ ഒരു അറ്റംപ്റ്റ് കളയരുത്. പിന്നീട് 2020 ഞാൻ അറ്റംപ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഫോർമൽ കോച്ചിങ് എടുത്തു ഫോർച്യൂണിൽ. അതിന് ശേഷം എടുത്തിട്ടുള്ളതായിരുന്നു. ആ സമയത്ത് ഞാൻ വരുത്തിയ പ്രധാന മിസ്റ്റേക്ക് CSAT എന്ന് പറയുന്ന സെക്കൻഡ് പേപ്പറിന് ഞാൻ വേണ്ടത്തൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സയൻസാണ്, മാത്തമാറ്റിക്സ് ഞാൻ സ്ട്രോങ് ആണ്, എൻട്രൻസിന് പഠിപ്പിച്ച ഒരു ടീച്ചറാണ്. അപ്പോൾ അത് കോൺഫിഡൻസ് ആയിരുന്നില്ല. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാതെ പോയാലും അവിടെ ക്ലിയർ ആവും. പക്ഷെ ഞാൻ എക്സാമിനേഷൻ ഹാളിൽ നന്നായിരുന്നു വിയർത്തു. ആ 1 മണിക്കൂർ കുറച്ച് മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ എനിക്ക് കിട്ടും. പക്ഷേ ഒരുപാട് സമയമെടുത്ത് എനിക്ക് കിട്ടിയേനെ. പക്ഷേ അതിലും ഒരു കൺസ്ട്രെയിൻ്റ് ഉണ്ട്. 2 മണിക്കൂറാണ് എക്സാം. അതിൻ്റെ ഉള്ളിൽ എനിക്ക് 66 അല്ലെങ്കിൽ 67 മാർക്ക് ഞാൻ മേടിക്കണം. 67 എന്ന് കേൾക്കുമ്പോൾ 200-ൽ വളരെ നിസ്സാരമാണെങ്കിൽ ഇപ്പം പരീക്ഷ എഴുതിയ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം CSAT ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ ബുദ്ധിമുട്ടായി വരാം. അപ്പോൾ ഫസ്റ്റ് പേപ്പറിന് നിങ്ങൾ കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് CSATനും കൊടുക്കണം. 2020-ലും 2021-ലും ഞാൻ CSAT ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. 2022 അറ്റംപ്റ്റിലേക്ക് വന്നപ്പോൾ ഞാൻ CSAT എൻ്റെ ഡെയിലി സ്കെഡ്യൂളിൽ പ്രിലിംസ് പ്രിപ്പറേഷനിൽ CSAT ഞാനൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടാക്കി ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അതേപോലെ ഇതിന് മുന്നേ 2 അറ്റംപ്റ്റിൽ ഞാൻ മാത്തമാറ്റിക്സ് മാത്രം ചെയ്യുന്ന ഒരാളായിരുന്നു. ഇത്തവണ ഞാൻ വരുത്തിയൊരു മോഡിഫിക്കേഷൻ, ഒരു 1 അവർ മാത്തമാറ്റിക്സ് ചെയ്തു, ഒരു 1 അവർ റീഡിങ് കോംപ്രിഹെൻഷൻ ചെയ്തു. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി കൊണ്ടാണ് ഞാൻ ഇത്തവണ CSAT ക്ലിയർ ആയിട്ടുള്ളത്. GS കുറേയൊക്കെ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിൽ ലേൺ ചെയ്യും. അത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 2 കൊല്ലം പഠിച്ചൊരു വ്യക്തിക്ക് പ്രിലിമിനറി പാസ്സാവാനുള്ള കണ്ടൻറ്റ് സ്വാഭാവികമായിട്ടും ഡെവലപ്പ് ചെയ്യും. ഇതാണ് പ്രിലിമിനറിക്ക് ഞാനൊരു ചെയ്തൊരു സ്ട്രാറ്റജി. പിന്നെ എനിക്കെപ്പോഴും ഉള്ളിലുള്ളൊരു തോട്ടുണ്ട്, ഒരിക്കൽ പ്രിലിമിനറി പാസ്സായി കഴിഞ്ഞാൽ അത്തവണ തന്നെ റാങ്ക് ലിസ്റ്റിൽ കയറണം. ഓരോ വർഷം കഴിയുന്തോറും UPSC പ്രിലിമിനറി കട്ടിയാക്കുകയാണ്. അപ്പോൾ ഇത്തവണ പാസ്സായി എന്ന് പറഞ്ഞാൽ അടുത്ത തവണ പാസ്സാവുമെന്ന് ഒരു ഉറപ്പില്ല. വളരെ അൺസർട്ടൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ടോപ്പേഴ്സിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഒരു കൊല്ലം ചിലപ്പോൾ റാങ്കിൽ കയറിയ ആളുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ വരുമ്പോൾ കിട്ടാത്ത ആളുകളുണ്ട്. അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോയ ആളുകൾ 2 കൊല്ലം പ്രിലിമിനറി പാസ്സാവാത്ത ആളുകളുണ്ട്. പ്രിലിമിനറി പാസ്സാവുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അത്തവണ തന്നെ റാങ്ക് ലിസ്റ്റിൽ കയറാൻ മാക്സിമം എഫേർട്ട് നിങ്ങൾ കൊടുക്കണം. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ പ്രിലിംസ് ക്രാക്ക് ചെയ്യുന്ന കൊല്ലം തന്നെ മെയിൻസും ഇൻ്റർവ്യൂവും ക്ലിയർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം അതിനുള്ള അപ്രോച്ച് എങ്ങനെയായിരുന്നു? ആസ് ഇൻ പ്രിലിംസും മെയിൻസും ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണോ പഠിച്ചത്, അതോ പ്രിലിംസ് സെപ്പറേറ്റ് മെയിൻ സെപ്പറേറ്റ് അങ്ങനെയാണോ പഠിച്ചത്? എൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. ഒരിക്കലും UPSCയുടെ 3 ഘട്ടങ്ങളെയും 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. എല്ലാത്തിലും UPSC എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിമാൻഡ് ചെയ്യുന്ന കണ്ടൻറ്റ് ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഓരോ ഘട്ടത്തിലും അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി മാത്രമാണ് വ്യത്യാസമുള്ളൂ. പ്രിലിമിനറി ആണെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് അനാലിസിസ്, അതേപോലെ മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്ന കണ്ടൻറ്റ് എഴുതി പിടിപ്പിക്കണം. വളരെ കൃത്യമായിട്ട് ഒരു എക്സാമിനറെ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എഴുതി പിടിപ്പിക്കണം. ഇൻ്റർവ്യൂവിന് ചെയ്യുമ്പോൾ നമ്മളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ ഘട്ടത്തിലും കണ്ടൻറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് മെയിൻസാണ് എൻ്റെ ഫോക്കസ്. നമ്മൾ റിസൾട്ട് വരുമ്പോഴും പറയും, ഒരിക്കലും സിവിൽ സർവീസ് പ്രിലിമിനറി പാസ്സായ ആളെന്നല്ല പറയുക, സിവിൽ സർവീസ് മെയിൻസ് പാസ്സായ ആളെന്ന് പറയുക. അപ്പോൾ എപ്പോഴും ഇമ്പോർട്ടൻസ് മെയിൻസിനാണ്. മെയിൻസിന് വേണ്ടി പഠിക്കും, പക്ഷേ 2 സ്റ്റേജ് വേറെ ഉള്ളതിന് എന്താണ് കോംപ്ലിമെൻ്ററി ഫാക്ടേഴ്സ് വേണ്ടത് അത് ഞാൻ അതിനോടൊപ്പം ചേർക്കും. മെയിൻസിന് പഠിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ഓപ്ഷണലും കവറിങ് ആണ്. റംഷാദിൻ്റെ ഓപ്ഷണൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു അല്ലേ? ആൻഡ് എനിക്ക് തോന്നുന്നു വളരെ നല്ല മാർക്കുണ്ടായിരുന്നു. 290
ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു, 290 ഉണ്ടായിരുന്നു. 290 സർ. ഓക്കെ. അപ്പം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓപ്ഷണലിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ സ്ട്രാറ്റജി ബേസിക്കലി ഫോളോ ചെയ്തിട്ടുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ മിക്കവാറും എല്ലാ ഓപ്ഷണലും കുറേ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ നിങ്ങളൊരു അനാലിസിസ് ആക്കി എടുത്ത് അത് ഏത് ഭാഗത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് കൂടുതൽ കവർ ചെയ്യുക. അതാണ് എൻ്റെ ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ 2 മെറ്റീരിയലാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഫോർച്യൂണിൽ മുനിസാറിൻ്റെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ നോട്ടും അതേപോലെ ഒരു അരിബം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇതാണ് എൻ്റെ 2 സോഴ്സ് എന്ന് പറയുന്നത്. ഈ 2 സോഴ്സ് ഞാൻ കമ്പയർ ചെയ്ത് ഞാൻ പഠിച്ച് ഞാൻ അതിൽ നിന്നൊരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻസിൽ തന്നെ അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഇത്ര ഒരു ഹൈ സ്കോറിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഈ ഷോർട്ട് നോട്ടാണ്. അപ്പം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, മാക്സിമം റിവൈസ് ചെയ്യുക. അതെന്നെ ഗുണം ചെയ്തത്, നമുക്ക് ആദ്യത്തെ ആഴ്ചയിലെ മെയിൻസ് പരീക്ഷ കഴിഞ്ഞ് അടുത്ത ഓപ്ഷനിലേക്ക് 5 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. ആ 5 ദിവസത്തെ ഗ്യാപ്പിൽ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും ഒരു 2 തവണ എന്നെ റിവൈസ് ചെയ്യാൻ ഈ ഷോർട്ട് നോട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ 2 തവണത്തെ റിവിഷനാണ് ആക്ച്വലി എനിക്ക് ഈ ഒരു മാർക്ക് തന്നിട്ടുള്ളത്. മെയിൻസിനും ഇതുപോലെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? യെസ് സർ. പ്രിലിമിനറി സ്റ്റേജിന് ഞാൻ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിനൊന്നും നോട്ട് മേക്ക് ചെയ്യുന്ന ഒരു ശീലം എനിക്കില്ല. ഞാൻ കുറേയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് കറണ്ട് അഫെയർ, മന്ത്ലി മാഗസിന്. മെയിൻസിലേക്ക് വന്നപ്പോൾ ആദ്യം ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതും ചെയ്തതും ഒരു നോട്ട് പ്രിപ്പറേഷനാണ്. അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. മെയിൻസ് എന്ന് പറയുമ്പോൾ എഴുതുന്ന എക്സാമാണ്. എഴുതുന്ന എക്സാം എന്ന് പറയുമ്പോൾ ഒരു 150 വേർഡ്സ് 7.5 മിനിറ്റ്സിൽ കവർ ചെയ്യണം. അപ്പോൾ ഒരു എസ്സേ എഴുതുന്ന മാതിരി നമുക്ക് പരത്തി എഴുതാനുള്ള നേരവും ഇല്ല, സ്പേസും ഇല്ല. അപ്പോൾ മിനിമം റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ വേണം. ആ ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ ഒരു ആർട്ടാണ്, നമുക്ക് ഒരു ഓവർ നൈറ്റിൽ ഡെവലപ്പ് ചെയ്യില്ല. ഞാൻ ആ ഒരു ആർട്ട് ഡെവലപ്പ് ചെയ്തത് എൻ്റെ മെയിൻസിൻ്റെ നോട്ട് പ്രിപ്പറേഷനാണ്. ഇപ്പോൾ മെയിൻസിൻ്റെ നോട്ട് പ്രിപ്പറേഷൻ മെയിൻസിന് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തത് മെയിൻസിൻ്റെ നോട്ടാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ഒരു 50% ചോദ്യങ്ങൾ ഏകദേശം നമ്മുടെ ഡാഫിനെ ബേസ് ചെയ്തായിരിക്കും. 50% ഒരു ജനറലായിട്ട് ചോദിക്കുന്ന കാര്യം. ഈ ജനറൽ എന്ന് പറയുമ്പോൾ മെയിൻസിന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ കറണ്ട് അഫെയറിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. മെയിൻസിനും അതേപോലെ ഇൻ്റർവ്യൂവിനും ആ ഒരു നോട്ട് പ്രിപ്പറേഷൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റംഷാദ് ആദ്യം പറഞ്ഞല്ലോ, തൃശ്ശൂർ മനക്കൊടി എന്ന ഗ്രാമത്തിൽ നിന്ന് വരികയാണ്. അവിടെ പൊതുവേ ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള അവയർനെസ് കുറവാണ് അല്ലേ? അപ്പോൾ ഈ ഒരു അവയർനെസ് നമ്മുടെ സ്റ്റുഡൻസിനിടയിൽ സ്പ്രെഡ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടെന്ന് റംഷാദിന് തോന്നാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർ, തീർച്ചയായും ഇങ്ങനെ ഒരു എക്സാമിൻ്റെ സാധ്യതകളെ കുറിച്ച് കുട്ടികൾ അറിയണം. ഇപ്പോൾ +2 കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഒരു കരിയർ ഗൈഡൻസ് ഫോക്കസ് ചെയ്യുന്ന ആളുകൾ എൻജിനീയറിങ് അല്ലെങ്കിൽ മെഡിസിൻ, അല്ലെങ്കിൽ ഇന്ന് കേരളത്തിലെ ട്രെൻഡ് എന്ന് പറയുന്നത് വിദേശത്ത് ഉപരിപഠനം. എല്ലാവരും വിദേശത്ത് പോകണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. പ്രത്യേകിച്ച് നല്ല മാർക്കുള്ള, നല്ല കഴിവുള്ള നമ്മുടെ ചെറുപ്പക്കാരെല്ലാം വിദേശത്ത് പോകണം എന്നുള്ള ഒരു താല്പര്യമാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു കോംപ്ലിമെൻ്ററി എന്നും പറയാം, അല്ലെങ്കിൽ മറ്റൊരു സാധ്യതയുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോലിയാണ് സിവിൽ സർവീസ്. അപ്പോൾ അതിൻ്റെ അവയർനെസ് വളരെ കുറവാണ്. ഞാനത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് ഈ ഒരു എക്സാമിന് ശേഷം എൻ്റെ സ്കൂളുകളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ 2 സ്ഥലത്തേക്ക് ഞാൻ പോയി. അപ്പോൾ ഹയർ സെക്കൻഡറിയിൽ പോയപ്പോൾ എൻ്റെ സാറ് കുട്ടികൾക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 477 റാങ്ക് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ കുട്ടികൾ നോക്കുകയാണ്, ഇയാൾ ഇതെന്താ പറയുന്നത്, ഇതെന്താണ് ഈ എക്സാം, ആരിപ്പോൾ വന്ന് നിൽക്കുന്നത്. എൻ്റെ സാറാണെങ്കിൽ ഭയങ്കര ഇൻസ്പിറേഷൻ പോലെ ഇങ്ങനെ പറയുന്നു, ആദ്യമായിട്ട് ഞാനൊരു സിവിൽ സർവൻറ്റിനെ തൊടാൻ പോകുന്നു, അങ്ങനെയൊക്കെ. ഇപ്പോൾ കുട്ടികൾ എന്തൊക്കെയാണ് പറയണം, അവർക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനൊരു എക്സാം ഉണ്ട് എന്ന് അവർക്കൊരു ധാരണയില്ല. അപ്പോൾ അതിൽ ചില ആളുകളോട് നമ്മൾ ചോദിച്ചാൽ ആർക്കെങ്കിലും IAS ആവാൻ താല്പര്യമുണ്ടോയെന്ന്, 1-2 കുട്ടികളാണ് കൈവക്കുന്നത്. കാരണം അവർ ഭാവിയിൽ ഇതിലേക്ക് വരുമായിരിക്കും ഈ സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവാണ്. ഈ പരീക്ഷ കിട്ടിയപ്പോൾ എന്നെ കാണാൻ വന്ന ആളുകളിൽ പകുതി പേർക്ക് മനസ്സിലായിട്ടില്ല ഈ ചെക്കനിപ്പോൾ എന്തൊട്ടാ പാസ്സായിട്ടുള്ളതെന്ന്, അല്ലെങ്കിൽ എന്താ പരീക്ഷ എന്ന് അറിയില്ല. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കൂടുതൽ ആളുകളിലേക്ക് ഈ പരീക്ഷയെ കുറിച്ച് അവരറിയണം. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സിവിൽ സർവൻസ് ഉണ്ടാവണം.
കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഒരു 30 പേര് ഒരു 50-60 ഉണ്ടാവണം. അപ്പം അത്തരത്തിൽ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. സാക്ഷരത കേരളം എന്ന് പറയുമ്പോൾ സിവിൽ സർവീസിൽ നമ്മൾ ഒരു വെന്നിക്കൊടി പാറിപ്പിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. എന്നോട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഞാൻ സ്കൂളുകളിൽ പോയി, ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി കുട്ടികൾക്ക് ടോക്ക് കൊടുത്തു. അപ്പം ഞാൻ അവർക്ക് ടോക്ക് കൊടുക്കുമ്പോൾ അവരോട് പറയുന്നത് ആദ്യം ഇതാണ് പരീക്ഷ, ഈ പരീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഗുണങ്ങൾ, ഇന്നതൊക്കെയാണ് അതിൻ്റെ ജോലികൾ. അപ്പം അത് കേട്ടപ്പോൾ ചില കുട്ടികളൊക്കെ ഇൻസ്പയർഡ് ആകുന്ന പോലെ നമുക്ക് തോന്നി. കൂടുതൽ ആളുകളിലേക്ക് ഈ പരീക്ഷയുടെ സാധ്യതകളെക്കുറിച്ച് എത്തണം, കൂടുതൽ ആളുകൾ ഇത് കിട്ടണം, ഈ കാണുന്ന നിങ്ങൾക്കും ഇതൊക്കെ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. റംഷാദ് പറയുന്ന കാര്യങ്ങൾ ഭയങ്കര ജെനുവിനായിട്ട് ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ തോന്നും. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കേട്ടിരിക്കാൻ തോന്നും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ ഇൻ്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യണം. സോ താങ്ക് യു റംഷാദ്, താങ്ക് യു വൺസ് അഗെയിൻ ഫോർ കമ്മിങ് ഡൗൺ. താങ്ക് യു സർ.